ഡോക്ടർ അനൂപ്ജി, ഈ വിഷയത്തിൽ എങ്ങനെയാണ് ഒരു ഗുണ്ട ആ ഒരു മനസ്ഥിതിയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് നമുക്കിനി ശാസ്ത്രീയമായ കുറച്ച് പരിശോധനകളും മറ്റുമൊക്കെ വിശകലനം ചെയ്യേണ്ടതായിട്ടുണ്ട്. അവരെ നമ്മുടെ സമൂഹം തന്നെയാണോ ഈ ഒരു ക്രിമിനൽ പ്രവർത്തികൾക്കും മറ്റുമൊക്കെയായി വഴിതിരിച്ചു വിടുന്നത്? അവരുടെ മനസ്ഥിതി എന്തായിരിക്കും? നമ്മളൊരു കൊച്ചുകുട്ടിയെ എടുക്കുകയാണെങ്കിൽ ആ കൊച്ചുകുട്ടിയുടെ കയ്യിൽ ആദ്യം ഇരിക്കുന്നത് എന്താണ്? മൊബൈൽ. അതിലെ ഗെയിം തന്നെ ഒന്ന് നോക്കുക. അവർ കളിക്കുന്ന ഗെയിം പോലും വെടിവെക്കുക എന്നുള്ളതാണ്. അതിൽ കൂടെ പോയിൻറ്റ്സ് ഗെയിൻ ചെയ്യുക. അപ്പോൾ അവരുടെ മൈൻഡിൽ കുഞ്ഞിലേ മുതലേ അവരെ ആ രീതിയിലാണ് ഫോക്കസ്ഡ് ആക്കിയിരിക്കുന്നത്. അത് കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഒരു അഡോളസൻ്റ് ആയി കഴിയുമ്പം അവരതിനെ കുറേ കൂടി റിസർച്ച് ചെയ്യാണ്. എങ്ങനെയാണ് ഇത് എവിടെ കിട്ടും, എങ്ങനെ ഇത് പ്രാവർത്തികമാക്കാമെന്നുള്ളത്. ഒരു 12 വയസ്സുള്ള ഒരു കുട്ടിയെ അടുത്ത് ഞാൻ ചോദിച്ചു, മോൻ്റെ അംബീഷൻ എന്താണെന്ന് ചോദിച്ചപ്പം ആ കുട്ടി പറഞ്ഞത് ഗുണ്ടയാവണം. അപ്പോൾ ആ കുട്ടിയുടെ മനസ്സിലിരിക്കുന്ന എന്താണ്? ഗുണ്ടയായി കഴിഞ്ഞാൽ ഫെയിം ആകാം, പെട്ടെന്ന് പ്രശസ്തി നേടാം, പെട്ടെന്ന് പൈസ നേടാം. അപ്പോൾ ഇതാണ് ആ കുട്ടികളുടെ മനസ്സിൽ ചെറുതിലേ ഫീഡ് ചെയ്ത് വച്ചിരിക്കുന്നത്. ഇത് വളർന്ന് മുതിർന്ന് വരുമ്പോഴത്തേക്കും ഇതേ ആക്ടിവിറ്റീസ് നമ്മൾ ഇന്നത്തെ തലമുറ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയാണ് കുഞ്ഞുങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ വരുന്ന ഏതൊരു സിനിമയാട്ടെ എന്തെടുത്ത് നോക്ക്, അതിൽ ഒരു വ്യക്തി ഏറ്റവും വലിയ ഹീറോ ആവുന്നത് എങ്ങനെയാണ്? ഏറ്റവും കൂടുതൽ ആക്ഷൻ ഹീറോസ് എന്ന് പറയുന്ന എല്ലാം അതല്ലേ, വെട്ടും കുത്തും ഒക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത് എന്തോ വലിയ ക്രെഡിറ്റ് ആയിട്ടാണ് ഇന്നത്തെ യുവതലമുറ എടുക്കുന്നത്. അത് അങ്ങനെ കാണുന്ന കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ് അങ്ങനത്തെ സിനിമ ഇറങ്ങുന്നത്. ഈ സിനിമ പിന്നെയും പിള്ളേരെ കുറേ കൂടി ഇൻഫ്ലുവൻസ് ചെയ്യാണ്. അതിനോടൊപ്പം തന്നെ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുക, കുറേ മുടി വളർത്തുക, കുറേ ഡ്രഗ്സ് യൂസ് ചെയ്യുക, ഇതൊക്കെ ഇന്നത്തെ പുതിയ ഒരു ന്യൂ ജെൻ്റെ ഇതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്താലേ അവരതിൻ്റെ അകത്ത് ഉൾപ്പെടുള്ളൂ. ഈ ഒരു കാരണത്താലാണ് കുട്ടികൾ ഇന്ന് ഈ ഒരു പ്രവൃത്തിയിലേക്ക് നീങ്ങുന്നത്. ഇന്ന് ഈ ഒരു 5 വർഷം മുമ്പ് എടുത്തു കഴിഞ്ഞാൽ ഇത്രമാത്രം ഈ ഗുണ്ടകളുടെ ഇതില്ലായിരുന്നു. കാരണം നമ്മളുടെ സമൂഹത്തിൽ എന്ന് ലഹരി കണ്ടമാനം കയറുന്നു അതുപോലെയാണ് ഇന്ന് ഗുണ്ടായുസം കൂടുന്നത്. കാരണം ലഹരി ഇന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ കോളേജുകളിലൊക്കെ പിള്ളേർ യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ സ്കൂൾ തലത്തിൽ 8, 9, 10, 12 പഠിക്കുന്ന കുട്ടികൾ, ഈവൻ ഗേൾസ് പോലും, ഞാൻ കാണുന്ന കുട്ടികൾ പോലും ഇത് യൂസ് ചെയ്യാണ്. ഇന്ന് സ്കൂളിൽ സുലഭമായിട്ട് കിട്ടുകയാണ്. അത് കഴിഞ്ഞ് പ്രൊഫഷണൽ കോളേജിലോട്ട് പോകുമ്പോഴത്തേക്ക് വേറെ അതിലും വലിയ കെമിക്കൽ ഡ്രഗ്സിലേക്കാണ് അവർ പോകുന്നത്, MDMA പോലെയുള്ള ഡ്രഗ്സിലേക്ക്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ബ്രെയിൻ കോർഡിനേഷൻ തന്നെ വിട്ടുപോവാണ്. അവർക്ക് കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയായിട്ട് ഞാൻ സംസാരിച്ചപ്പം അവൻ പറഞ്ഞ കാര്യങ്ങൾ ഒരു 2 ഡേയ്സ് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചപ്പം ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല മാം. കാരണം അപ്പോൾ എനിക്കറിയാം ഇവൻ എന്തോ യൂസ് ചെയ്യുന്നുണ്ട്. ഇവന് തന്നെ ഒരു പറയുന്നതിലൊരു വ്യക്തതയില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ തലമുറ കുട്ടികളെ എടുത്ത് കഴിഞ്ഞാൽ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഇന്ന് ഡ്രഗ്സിൻ്റെ അടിമയാകാണ്. അതിന് പൈസ കിട്ടുവാൻ വേണ്ടിയിട്ട് എളുപ്പമാർഗം ഇന്ന് ഒരാളെ കൊല്ലുക, കൊട്ടേഷൻ എടുക്കുക. ഓരോ അവയവങ്ങൾക്കും ഓരോ റേറ്റിംഗ് വെച്ചിട്ടാണ് കൊട്ടേഷൻ എടുക്കുക, അവർക്ക് പൈസ കിട്ടുക. ഇന്ന് എല്ലാവർക്കും നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ പൈസ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അല്ലാതെ പഠിച്ച് ഒരു ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ഇന്നൊരു വ്യക്തിക്ക് ജോലി കിട്ടുകയെന്ന്. അതിനേക്കാൾ എളുപ്പമാർഗം, പൈസ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒറ്റ മാർഗം ഇതുപോലെയുള്ള കൊട്ടേഷൻ പരിപാടിക്ക് കയറുക, പൈസ ഉണ്ടാക്കുക, സുഖമായി ജീവിക്കുക, ഡ്രഗ്സ് യൂസ് ചെയ്യുക, ഈ ടൂറിന് പോവുക. അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് നിന്ന് നമ്മുടെ കേരളവും തിരുവനന്തപുരവും എല്ലാം ആയി കഴിഞ്ഞു. ഇപ്പോൾ ആ ഒരു പിടിക്കാത്തായിപ്പോയി. ഇപ്പോൾ ഇന്ന് ഡ്രഗ്സ് യൂസ് ചെയ്യാതിരിക്കാൻ അത്രമാത്രം ഡിമാൻഡ് ഉള്ളത് കൊണ്ടാണ് ഇത്രമാത്രം സപ്ലൈയും വരുന്നത്. ഇതാദ്യം ഗവൺമെൻറ് സ്റ്റോപ്പ് ചെയ്യാൻ ഒരു നല്ലൊരു ആക്ഷൻ എടുക്കുമെങ്കിൽ തന്നെ ഇത് കുറയും. ഇതിന്ന് ഈ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തികളോട് സംസാരിച്ച് നോക്കുമ്പോൾ അവർക്ക് തന്നെ അറിഞ്ഞൂടാ അവരെന്താണ് ചെയ്തിരുന്നത് പോലും അവർക്കൊരു ബന്ധമില്ല. 2 ദിവസം കഴിയുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ചെയ്തോ എന്ന് തന്നെ അവർക്കറിയുന്നത്. അത്രമാത്രം ഡ്രഗ്സാണ് ഇവരെ ഈ രീതിയിൽ എത്തിക്കുന്നത്. പിന്നെ ഈ സോഷ്യൽ മീഡിയയും സിനിമകളും എല്ലാം നമ്മൾ നോക്കി ഇതെല്ലാം കൂടെ ഒരു ഒത്തൊരുമിച്ചാണ് ഇതെല്ലാം മുമ്പോട്ട് പോകുന്നത്. അതിലെല്ലാത്തിലും ഒരു കൺട്രോൾ വരുത്തിയാൽ സമൂഹം അടുത്ത തലമുറയിലെങ്കിലും ഇതിലൊരു വ്യത്യാസം വരും.